ഹായ്, നമ്മളീ പോകുന്ന വഴിയുടെ പേരെന്താണെന്നറിയോ? റൊമാൻറ്റിഷ് സ്ട്രാസെ, അതായത് റൊമാൻറ്റിക് സ്ട്രീറ്റ് ഓഫ് ജർമ്മനി. കണ്ടാൽ അത്ര റൊമാൻറ്റിക് ആണെന്ന് തോന്നില്ലെങ്കിലും ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രാങ്ക്ഫർട്ടിലെ വൂൾസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഇത് എൻഡ് ചെയ്യുന്നത് ഫേമസ് ആയിട്ടുള്ള മ്യൂണിക്കിലെ നോയ്ഷ്വൈൻസ്റ്റൈൻ കാസലിൽ കഴിഞ്ഞിട്ടുള്ള ഫ്യൂസൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓട്ടോബാണിൽ നിന്ന് മാറിയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. അവിടെ ഒരുപാട് വില്ലേജസും ടൗൺസും ഒക്കെയുണ്ട്. റോത്തൻബർഗ് ഓഫ് ദ ടോയ്ബർ എന്ന് പറയുന്നിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ടൗണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു പഴയ ജർമ്മൻ മെഡീവിയൽ ടൗൺ കോൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. പഴയ ഒരു കാലഘട്ടത്തിൽ എത്തിയതുപോലെയാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആ കോബിൾ സ്റ്റോൺ റോഡും ഹാഫ് ടിമ്പേർലി ആയിട്ടുള്ള വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 1920s ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണുള്ളത്. ഹോൾ ഇയർ ക്രിസ്മസ് ഐറ്റംസ് കിട്ടുന്ന ഒരു കടയൊക്കെ ഉണ്ട് ഇവിടെ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇതിൻ്റെ കുറേ പാർട്ടൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരത് സക്സസ്ഫുള്ളി റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾഡ് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. പക്ഷേ ഞങ്ങൾ അവിടെ അത്രയും നേരം ഒന്നും സ്പെൻഡ് ചെയ്തില്ല. ഒരു 2-3 hours സ്പെൻഡ് ചെയ്തിട്ട് ഈ റൊമാൻറ്റിഷസ് സ്ട്രാസേ കൂടെ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.